പെട്രോൾ ഡീസൽ വില വർധനവിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ള ചെകിടടച്ച മറുപടിയാണ് ശശി തരൂർ എം പി നൽകുന്നത്. ചെന്നൈയിൽ പോയി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശശി തരൂർ ആ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് ഈ ഇന്ധന വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനില്ല. വെറുതെ 50 പൈസയോ 25 പൈസയോ കുറച്ച് കൊടുക്കാവുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. അത് ചെയ്തിട്ടെന്തു കാര്യം? ഇപ്പോൾ 1 രൂപ നികുതിയിൽ നിന്ന് കുറച്ചു കൊടുത്ത രാജസ്ഥാൻ സർക്കാർ പോലും അത് കുറച്ചതൊരു മണ്ടത്തരമായി അവർക്ക് കിട്ടാവുന്നുള്ള വരുമാനമാണ് ഇല്ലാതായത് എന്നുള്ള ആശങ്കയിലാണ് കഴിയുന്നത് എന്നുള്ളതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. നികുതിയുടെ കാര്യത്തിൽ, സെസ്സിൻ്റെ കാര്യത്തിലൊക്കെ സിംഹഭാഗവും കൈയാളുന്ന കേന്ദ്ര സർക്കാർ ഒന്ന് മനസ്സ് വച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. കൊള്ളലാഭം വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാനങ്ങളുടെ മുകളിൽ കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിയിടാൻ ശ്രമിക്കുന്നത് നീചമായ പ്രവൃത്തിയാണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. Be that as it may, if only a small portion of what you're collecting is going into that pool and the bulk is going into a pool where you keep everything, then how are you being fair in a federal system to the state governments? And what is happening is that cess is an additional central tax on top of the tax that is divided between center and states. So I think it is a bit unfair for us to blame the state governments. The state governments have a very small portion of what they are getting, and that at this stage, in any case, each state government has to make a decision. I know the Rajasthan government at one point reduced what they were collecting, but how long they could sustain it, I'm not sure. This is some months ago. The fact is that we are definitely in favor of reduction, but since 96% of the monies of the central government, let them reduce. ഇവിടെ കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാർ പിണറായി വിജയനെ അടിക്കാനുള്ള ഒരു ആയുധമായി ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് ഈ ഇന്ധനവില വർധനവ്. പിണറായി വിജയൻ വിചാരിച്ചാൽ ഇപ്പോൾ ഇന്ധനത്തിൻ്റെ വില നേരെ മൂട്ടിലേക്ക് പോകും എന്നുള്ള മട്ടിലാണ് ഇവർ പ്രചരണം നടത്തുന്നത്. സംഘപരിവാറുകാർ നടത്തുന്ന പ്രചരണത്തിൻ്റെ മറ്റൊരു വശം BJPക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ സംസ്ഥാനങ്ങൾക്ക് നികുതി കുറച്ചു കഴിഞ്ഞാൽ ഇന്ധനവിലയിൽ വലിയ കുറവുണ്ടാകും, GSTയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനങ്ങളാണ് താല്പര്യമെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനത്തിൻ്റെ വിലക്കുറവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുമാണ് എന്നുള്ള മട്ടിലാണ്. ബാക്കിയുള്ളപ്പോഴൊക്കെ നരേന്ദ്രമോദി. ഇന്ധന വില വർധനവിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അത് കുറയ്ക്കേണ്ടുന്ന ഉത്തരവാദിത്വം പിണറായി വിജയനായി മാറുന്നു. അങ്ങനെ സംഘപരിവാറുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റുപാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ, അതായത് പിണറായി വിജയനെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി ഈ ഇന്ധനവില വർധനവിനെയും കാണുന്നവർ, അവർക്കുള്ള മറുപടിയാണ് ശശി തരൂർ നൽകുന്നത്. വളരെ കൃത്യമായി കണക്കുകൾ അക്കമിട്ട് പറഞ്ഞ് ശശി തരൂർ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ മേൽ അതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് തരൂർ പറയുന്നത്. അതുതന്നെയാണ് നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ധനവിലയിൽ എന്തെങ്കിലും ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല. ഒന്നാമത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് വല്ല വിധേനയും തട്ടിയും മുട്ടിയുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ, അവർക്ക് കിട്ടുന്ന ആ തുച്ഛമായ നികുതി വരുമാനത്തിൽ നിന്ന് ത്യാഗം സഹിക്കണം എന്ന് പറഞ്ഞാൽ ഈ കൊള്ളലാഭം നികുതിയുടെ പേരിൽ, സെസ്സിൻ്റെ പേരിലൊക്കെ നേടിയെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള പരമപ്രധാനമായ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യമാണ് തരൂരിനെ പോലെ കേരളത്തിലെ പ്രത്യേക കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു നല്ല കോൺഗ്രസ്സുകാരൻ ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് കാര്യം. പ്രത്യേക കോൺഗ്രസ്സുകാർക്ക് പലതും തോന്നും, പക്ഷേ നല്ല കോൺഗ്രസ്സുകാർക്ക്, ദേശീയ കോൺഗ്രസ്സുകാർക്ക് അത്തരമൊരു നിലപാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് രാജസ്ഥാനിൽ അത്തരമൊരു പരീക്ഷണം, 1 രൂപ കുറയ്ക്കാനുള്ള പരീക്ഷണം സംസ്ഥാന സർക്കാർ നടത്തി നോക്കിയിട്ട് ഇപ്പോൾ പൊല്ലാപ്പായി നിൽക്കുന്നു.
അവരത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ വില 60 രൂപ 70 രൂപയിൽ കൊണ്ടുവന്ന് നിർത്താം. ആഗോള വിപണിയിൽ അത്രയേ ഉള്ളൂ വില. അത് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ഈ ശശി തരൂർ പറയുന്നത് കേട്ടിട്ടെങ്കിലും ഇത് പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് ഇവിടുത്തെ പ്രത്യേകതരം കോൺഗ്രസ്സുകാരെങ്കിലും ഒന്ന് തിരിച്ചറിയുമോ? സംഘപരിവാറുകാരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിത് പിണറായി വിജയൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഈ ഇന്ധനവില കുറയ്ക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മളെ ചിരിപ്പിക്കാനുള്ള കാര്യം. പക്ഷേ കോൺഗ്രസ്സുകാർ അങ്ങനെ പറയരുതല്ലോ, കോൺഗ്രസ്സുകാർ അങ്ങനെ നിലപാടെടുക്കരുതല്ലോ. ഇന്ധനവില വർധനവിനെതിരെ ഒരു പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിക്കാൻ വന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ 20 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ 18 മിനിറ്റ് പിണറായി വിജയൻ്റെ കുറ്റം പറയും. അത് പിണറായി വിജയൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് 2 മിനിറ്റ് കേന്ദ്രത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞാലായി. അതാണ് അവസ്ഥ. അവർക്കുള്ള മറുപടിയാണ് ശശി തരൂർ ഈ പറയുന്നതൊക്കെ. The reason is because the proportion of the taxes in the divisible pool has gone down so much that the state governments do not have enough money. You see, right up to the, as I mentioned, for example, in NDA 1, they were actually still giving almost 4 rupees out of the cess money to the state governments. And they were keeping still much more than, they were keeping more than 4 times as much, 17 point change. Whereas now, they are keeping over 96% of the money and only giving a very small portion, 4%, in the divisible pool that the states can get. This is why, I mean, I was speaking to your finance minister today, and he was saying that they would love to be able to reduce, but what can they reduce from? They don't have enough money coming from the taxes that are discretionary for them to cut. So my own concern would be, why is the centre keeping so much of the money for itself? You know, as I gave you the numbers from the UPA era, where we were much more balanced and we were giving half of as much as the centre was getting was going to the states. If it is that kind of money, then the states have much more discretion to cut back. Another idea that is being very seriously canvassed is why not include petrol under GST and subject it to the division rules of GST. Right now, the cess has become a very, shall we say, it's a divisive idea because it is non-divisible, if I can play with words there. The UPA government collected a cess of 6 rupees 45 paise on every litre of petrol. But then, the state governments got 3 rupees. So, 1/3 of as much as half of what the central government was collecting was going to the states. When the NDA government came, they dramatically raised prices. Global prices of crude had dropped, so they kept raising taxes. And by 2017, the first NDA government, 17.5 rupees they were keeping, but the states were still getting 3.98. What has happened in 2021 after this year's budget? I was having breakfast with your finance minister of Tamil Nadu, Mr. PTR, Palanivel Tyagarajan, and he was telling me on petrol, the central government keeps 32 rupees 33 paise and the state government gets 57 paise. And this is because the bulk of the increase has been done through the form of cess, and cess is not money which is divided with the states. So this, to my mind, is extremely important. 96% of all petrol taxes are in the non-divisible kitty going only to Delhi, to the central government, and the state governments are given no money to actually spend here. Now, in these circumstances, we're looking at a very critical situation when it comes to fuel prices.